സുരേഷ് എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ ചെല്ലുന്നത് അത് സുരേഷിന്റെ മനസ്സിന് നന്മ തിരിച്ചറിയുന്നുണ്ടാണ്. ഞങ്ങളുടെ നാട്ടിലെ ഈ വളത്തിന്റെ കൃഷി ഉണ്ടല്ലോ കർഷകരുടെ, അന്ന് സുരേഷ് ഗോപി അവിടെ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, സത്യേട്ടന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു യോഗം ചേരാൻ പോവാണ്. എറണാകുളത്ത് നിന്ന് വടക്കോട്ടുള്ള കർഷകരുടെ പ്രതിനിധികളെ വിളിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് അത്രയും പഠിച്ച് അവരുമായിട്ട് സംവദിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇതൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി വ്യത്യാസം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ എം പി ആണ് അത്. നമ്മുടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും എല്ലാവരും എം പി ആണ്, എല്ലാവരും മന്ത്രിയാണ്. ആ ഒരു സംസ്കാരം സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്, നമ്മുടെ നാട്ടിലെ എം പി എന്നുള്ളത്. ഞാന് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഇത് പണ്ട് രാഷ്ട്രീയത്തില് ചില ആളുകൾക്കുണ്ടായിരുന്നു. ഞാൻ ഈ ഗായത്രി ദേവിന്റെ അമ്മ എന്നുള്ള സിനിമ പണ്ടെടുത്തു. അത് ബാംഗ്ലൂർ വെച്ച് ഷൂട്ട് ചെയ്തു പ്രൊമോഷൻ. അപ്പൊ ജയനഗറിൽ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് എന്നെ വെച്ച് പറഞ്ഞു, അയ്യോ ജയനഗറിൽ നാളെ ഷൂട്ട് ചെയ്തിട്ടില്ല, നാളെ അവിടെ മുഖ്യമന്ത്രി ആളുകളെ കാണുന്ന ദിവസമാണ്. രാമകൃഷ്ണ ഹെഗ്ഡെ ഉണ്ട്, നമ്മുടെ ജനസമ്പർക്കത്തിനും നവകേരള യാത്രയ്ക്കൊക്കെ എത്രയോ മുമ്പ് രാമകൃഷ്ണ ഹെഗ്ഡെ വരുന്നത്. അപ്പൊ അവിടെ ഒരു കസേരയും കുറച്ച് ചെയർസ് വിട്ടിട്ട് അദ്ദേഹം ഇരുന്ന അന്ന് ദിവസം മുഴുവൻ ആ ജയനഗറിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ട് സംസാരിച്ചു. അതൊരു പബ്ലിസിറ്റി കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, ഇങ്ങനെ രാഷ്ട്രീയക്കാർക്ക് ആയത് നല്ലതാണെന്ന്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് സുരേഷിന് അത് ആ ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്.